നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പക്ഷേ മുഖത്ത് ഇടവിട്ട് പതിക്കുന്ന ശ്വാസച്ചൂടിൽ അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. തോണിയിൽ തന്റെ മുഖത്തിനടുത്തായി കൈകൾ കുത്തി തന്നെ ഉറ്റുനോക്കുന്നവന്റെ കണ്ണിൽ തികഞ്ഞ സംശയഭാവം മാത്രമാണ്. ഞെട്ടലോടെ ഭദ്രനാഥിനെ ഉറ്റുനോക്കി. തന്നെ പോലെ അദ്ദേഹം എല്ലാം കേട്ടിരിക്കണം. അവന്റെ സാമീപ്യത്തിൽ, അവന്റെ ശരീരത്തിൽ നിന്നുതിരുന്ന ഗന്ധത്തിൽ താൻ സ്വയം എല്ലാം മറന്നു പോകുന്ന പോലെ. ഭദ്ര, നീ ഈ വീട്ടിൽ ജനിച്ചവൾ തന്നെയാണോ? നാളെ ചോദിച്ചതും ഭദ്ര അവന്റെ വായപൊത്തി പിന്തിരിഞ്ഞു നോക്കി. കേൾക്കും, പതിയെ പറയൂ. അവൻ അവളോട് കൂടുതൽ ചേർന്ന് നിന്നു. പറ, നീ ഇത്രയും കാലം ഈ മനുഷ്യമൃഗങ്ങൾക്കിടയിൽ എങ്ങനെയാ ജീവിച്ച്? ആളൊന്നും മിണ്ടിയില്ല. ഒരു നിമിഷം അവനെ ഉറ്റുനോക്കിയതിനു ശേഷം കണ്ണുകൾ നിറച്ച അടുക്കള ചായപ്പിലേക്ക് ഭദ്ര പിന്തിരിഞ്ഞോടി. ശോഭനയും പ്രേമനും ശിവനും എല്ലാവരും ഞെട്ടിലൂടെ ഈ കാഴ്ച നോക്കി നിന്നു. പ്രേമന്റെ വീടിന് പുറകിലുള്ള കാവിലേക്ക് ഇറങ്ങുന്ന വഴിയിലൂടെയാണ് അവർ തറവാട്ടിലേക്ക് വന്നത്. ചാരുവടിയിൽ ഇരുന്ന് സംസാരിക്കുന്നവരുടെ മുഖത്തെ ഭാവങ്ങൾ കാണാൻ കഴിയില്ലെങ്കിൽ കൂടി അവരുടെ മനസ്സിലെ വൈകൃതങ്ങൾ നാവിലൂടെ പുറത്തു വന്ന എല്ലാവരും വ്യക്തമായി തന്നെ കേട്ടിരുന്നു. ഭദ്ര ശശിധരൻ ഒരു അധികപ്പറ്റാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ശശിധരന്റെ ആതിഥേയത്വം സ്വീകരിച്ച് ഊൺമേശയുടെ മുന്നിലിരിക്കുമ്പോഴും ആ തറവാട്ടികളുടെ മുഖത്ത് നോക്കി എല്ലാം മറന്ന് ചിരിക്കാൻ അതിഥികളായി എത്തിയവർക്ക് സാധിച്ചിരുന്നില്ല. ദത്തിനെയും ശശിധരനെയും കൽപ്പനയും നോക്കുമ്പോഴത്രയും നാദിന്റെ കണ്ണുകളിൽ അഗ്നി എരിയുന്നുണ്ടായിരുന്നു. തുളസിയുടെ മറവ് പറ്റി കണ്ണുകൾ മാത്രം ഉയർത്തി തന്നെ നോക്കുന്നവളെ തേടി നാദിന്റെ കണ്ണുകൾ പലവട്ടം അവളിലേക്ക് സഞ്ചരിച്ചു. നാഥ, പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. ഞാനെന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. തിരികെ വീട്ടിലെത്തി മുറ്റത്തെ വരാന്തിലിരിക്കുമ്പോഴാണ് പ്രേമൻ നാഥിനോട് ആ ചോദ്യം ചോദിച്ചത്. ആ പറ പ്രേമ, അത് നിനക്ക് ആ കുട്ടിയെ പറ്റി എന്താണ് അഭിപ്രായം? ഏതു കുട്ടി? ആ ഭദ്ര. പറഞ്ഞോ പ്രേമൻ ഒരു നിമിഷത്തെ നിശബ്ദത്തിലേക്ക് ഉറ്റുനോക്കി. പ്രേമൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി നാഥനിൽ എന്ത് മറുപടിയാവും ഉണ്ടാവുക എന്ന് കേൾക്കാനെന്ന വണ്ണം ശോഭനയും ശിവനും നാഥിനെ ഉറ്റുനോക്കിയിരുന്നു. ഞാനെന്ത് പറയാനാ പ്രേമ? അതവളുടെ കുടുംബക്കാരിയോ? ഞാനൊരു വരുത്തനല്ലേ? അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഞാൻ അവളെ പ്രേമിച്ച് നാടുവിട്ടാ തനിക്ക് വന്നു ചേരാൻ പോകുന്ന സ്വത്തുവകൾ ഓർത്താ ആ ശശിധരൻ അത്രയും പ്രസംഗിച്ച്. പാവം, ഇത്ര ചെറിയ കുട്ടിയാണെന്ന് ഞാൻ കണ്ടാ പറയില്ല അല്ലേ? 17 വയസ്സ്. അവസാനം അത് പറയുമ്പോൾ നാഥിന്റെ തൊണ്ടയിടറി. നിനക്ക് കെട്ടിക്കൂടാ നാഥ അവളെ? പെട്ടെന്ന് പ്രേമൻ ചോദിച്ചു. നാഥും ശിവനും ഒരുപോലെ ഞെട്ടി. ഞാനോ? താനിതെന്താ പ്രേമ ഈ പറയുന്നത്? എന്റെ പ്രായത്രയാണെന്നറിയാം നിനക്ക്? എനിക്ക് 33 വയസ്സായി. ആ കുട്ടി അതിന് പ്രായപൂർത്തികളായിട്ടില്ല. 17 വയസ്സ്. പിന്നെ 17 വയസ്സ് അങ്ങനെ ഓർത്തിരുന്നാ എനിക്കിട്ട് പണിഞ്ഞിട്ട് ഒരുത്തി പോയത്. ഈ കാലത്ത് പ്രായം എന്നൊരു പ്രശ്നമല്ലേടാ. ഓരോ വീട്ടിലും 18 തേൻ കാത്തിരിക്കാൻ കെട്ടിച്ചയക്കാൻ. പോട്ടെ, 18 കഴിഞ്ഞിട്ട് നീ കെട്ടിയാ മതി. ശിവന്റെ അഭിപ്രായം എന്താ? ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞു തുടങ്ങിയ പ്രേമൻ അവസാനം ശിവന്റെ മുഖത്ത് നോക്കി ആ ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ ഒരു നിമിഷം ഒന്ന് പരിങ്ങി. ഞാനെന്ത് പറയാനാ? ഇവനല്ല ഇവന്റെ കാര്യം തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞു മടുത്തു. ഇനിയൊരു പെണ്ണ് കെട്ടില്ലെങ്കിൽ ഇവനെ തിരിച്ച് മാൻഷനിൽ കയറ്റില്ലെന്ന കനകമ്മ. ഡാ! ശിവന്റെ ആസ്ഥാനത്തുള്ള പറച്ചിൽ നാദിന്റെ വിളിയൊക്കെ ഒരുമിച്ച് നടന്നു. മാൻഷനോ? ആരുടെ മാൻഷൻ? പ്രേമനൊരു ഞെട്ടലോടെ ചോദിച്ചു. ആ ഞെട്ടൽ ശോഭനയിലും പ്രകടമായി. ശിവൻ എന്താവും പറയുക എന്ന് ചിന്തിച്ച് നാദ അയാളെ തുറച്ചു നോക്കിയിരുന്നു. അത് എന്റെ വീടിന്റെ അടുത്തുള്ള കാര്യം പറഞ്ഞാ. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. വിവാഹം കഴിക്കാതെ ക്യാമറയായിട്ട് നടക്കുന്നതിന് എന്റെ അമ്മ എപ്പോഴും ഇവനെ ശകാരിക്കാറുണ്ട്. ഒരു പെണ്ണിട്ടിയാണെങ്കിൽ ഇവന്റെ സ്വഭാവത്തിൽ മാറ്റി വരുന്ന അവിടെയുള്ളവർ പറയുന്നത്. ഓ, അതായിരുന്നോ? അവിടെയാണോ കിരൺമോ നിൽക്കുന്നത്? ശോഭനയാണ് ചോദിച്ച്. അതെ, എന്റെ വീട്ടിലാ. ശിവൻ അതിന് മറുപടി നൽകി. അപ്പൊ എങ്ങനെയാ നമുക്ക് നാദിന് വേണ്ടിയിട്ട് ഭദ്രം കണ്ട് ആലോചിച്ചാലോ ശിവ? പിന്നെന്താ, ഇവന് സമ്മതമാണ്. എനിക്കെന്താ പ്രശ്നം? എനിക്ക് എതിർപ്പൊന്നുമില്ല. പ്രേമനും ശിവനും പരസ്പര ധാരണയിലെത്തിയത് കാണേ നാദ് അവരെ കണ്ണുറപ്പിച്ചൊന്ന് നോക്കി. അത് ശരിയാവില്ല. അത്രയും ചെറിയ കുട്ടി എനിക്ക് ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. അല്ലെങ്കിലും എനിക്ക് ഈ ജന്മ ഒരു വിവാഹമൊന്നും വേണ്ട പ്രേമ. ഇനി ഈ കാര്യത്തിലും സംസാരം വേണ്ട. അതും പറഞ്ഞ് നാദ് വീടിനകത്തേക്ക് കയറിപ്പോയി. എങ്കിലും അവന്റെ മനസ്സാ കലുഷിതമായിരുന്നു. ഭാരമേറിയ സഞ്ചിയുമായി കൂനിക്കൂടി നടന്നു പോകുന്ന കാര്യസ്ഥ രാമാനുജന്റെ മുഖം മനസ്സിലേക്ക് വന്നതും നാദിന്റെ ഹൃദയം നേറിപ്പുകഞ്ഞു. ഈശ്വര, ആ പെൺകുട്ടി അത്രയും പ്രായമുള്ള ഒരുവന്റെ കൂടെ, അതും വീട്ടുജോലിക്കാരന്റെ കൂടെ. ഏതോ ഓർമ്മയിൽ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. രാത്രി ഉറങ്ങാൻ നേരവും ദത്തന്റെ വാക്കുകൾ ഭദ്രയെ ചുട്ടുപൊള്ളിച്ചു. മോശമായിട്ടാണെങ്കിലും തന്റെ ഏട്ടൻ നാഥനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിർമയാണ് ഉണ്ടായത്. അതാണ് ബാക്കി കൂടി കേൾക്കാൻ അവിടെ തന്നെ നിന്നു. പക്ഷേ പിന്നീട് കേട്ട അത്രയും ഓർമ്മയിലേക്ക് വന്നു. ഭദ്ര കൂടുതൽ തളർന്നു. ഈ നരകത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നിപ്പോയി അവൾക്ക്. പിറ്റേ ദിവസം ഭദ്രക്കൊരു വെപ്രാളമായിരുന്നു. ശോഭനയുടെ വീട്ടിലേക്ക് എത്താൻ അവൾ തിടുക്കം കൂട്ടി. ഉച്ച കഴിയും വരെ കാത്തിരുന്നു ഭദ്ര. എല്ലാവരും ഉച്ചയിറക്കം പിടിച്ചെന്നറിഞ്ഞ നിമിഷം അവൾ വേഗത്തിൽ ഗോവണി ഇറങ്ങിയത് കണ്ടു. ഒമ്മരത്തിരുന്ന് കളിക്കുന്ന മുകുന്ദനെ. അമ്മായി എങ്ങോട്ടാ? പുരികൻ ചുളിച്ചുകൊണ്ട് കണ്ണു ഉറപ്പിച്ചുള്ള മുകുന്ദന്റെ ചോദ്യം. എങ്ങോട്ടില്ലല്ലോ. കുട്ടി ഉറങ്ങിയില്ലേ? എനിക്ക് ഉറങ്ങണ്ട. എടുത്തടിച്ച പോലെയുള്ള മുകുന്ദന്റെ സംസാരം കേട്ട് ഭദ്ര ആവലാതിയോടെ ചുറ്റും നോക്കി. മോനകത്ത് പോയി കളിക്ക്. ഭദ്ര അത് പറയുമ്പോൾ 5 വയസ്സുകാരന് വല്ലാത്തൊരു ചിരിയായിരുന്നു. അവന്റെ മനസ്സിലപ്പോൾ അവന്റെ അമ്മ പറഞ്ഞ അവന് ഓർമ്മ വന്നു. മോനെ മുകുന്ദ,
ഭദ്രമായി തറവാട് വിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ വേഗം തന്നെ അമ്മയോട് വന്ന് പറയണം കേട്ടോ. വേഗത്തിൽ തലയാട്ടി സമ്മതിച്ച ശേഷം അമ്മ കൊടുത്തൊരു കഷ്ണം ശർക്കര കൊതിയോടെ നുണഞ്ഞുകൊണ്ട് മുകുന്ദൻ ഉമ്മറപ്പടിയിൽ കാത്തിരുന്നു. അകത്തുനിന്ന് ഭദ്ര വരുന്നതും കാത്ത് ഭദ്ര പോയത് മുകുന്ദൻ ആവേശത്തോടെ അകത്തേക്ക് ഓടി. ശോഭനയുടെ വീടിന്റെ പരിസരത്തെത്തിയതും നൃത്തം പഠിപ്പിക്കുന്ന പുരയിലെ ഒരു നിഴലനക്കം കണ്ടു ഭദ്ര. ആവേശത്തോടെ കഥക് തള്ളി തുറന്നു. താൻ ഉദ്ദേശിച്ച ആളിൽ നിന്ന് മുന്നിൽ നിന്ന് കണ്ടതും അവളുടെ മുഖമൊന്ന് വാടി. എങ്കിലും ആ ഭാവം മറച്ചു വെച്ച് അവൾ ചിരിക്കാൻ ശ്രമിച്ചു. മാഷ് എന്താ വന്നേ? കുട്ടികളാരില്ലാലോ. പുറംതിരിഞ്ഞെന്ന് തന്നെ സഞ്ചിയിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരുന്ന രാമൻ മാഷ് വേഗത്തിൽ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന ഭദ്രയെ കണ്ടതും അയാളുടെ കണ്ണുകളൊന്ന് വിടർന്നു. ഒരു നിമിഷം അനുസരണയില്ലാതെ അവളുടെ ദേഹമാസകളും ഒന്ന് അലഞ്ഞു അയാളുടെ കണ്ണുകൾ. മാഷേ. രാമൻ മാഷിൽ നിന്ന് പ്രതികരണം നില്ലെന്ന് കണ്ടതും ഭദ്ര ഒരിക്കൽ കൂടി അയാളെ വിളിച്ചു. ആ ഭദ്ര കൂടി വാ, ഇന്ന് പാട്ടോ അതോ നിർത്തോ? ആളൊന്ന് ചിരിച്ചു. രണ്ടില്ലേ മാഷേ, ഒറ്റക്കല്ലേ ഉള്ളൂ. ശശിയേട്ടനെങ്ങാനും കണ്ടാ അറിയാലോ. ഞാൻ പോവാ, ശോഭന ടീച്ചർ ഒന്ന് കാണണം. ഭദ്ര തിരിഞ്ഞടക്കാൻ ഭാവിച്ച രാമൻ മാഷിന്റെ മനസ്സ് നിരാശയിലേക്ക് ഊപ്പൂത്തി. എന്താ ഇത് ഭദ്രേ, എന്റെ അടുത്ത് വന്നിട്ട് രണ്ട് ചൂടൊക്കാതെ പോവാണ്. ആരും വരില്ല ഭദ്രേ, ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രല്ലേ ഉള്ളൂ. രാമൻ മാഷിന്റെ ആ വഷളം ധ്വനിയും മുഖത്തെ വശ്യതയും തിരിഞ്ഞെന്ന ഭദ്ര കണ്ടില്ല. ഈ മാഷ്, എന്റെ പൊന്നു മാഷ്, ശശിയേട്ടന്റെ അടിയുടെ ചൂട് മാഷിനെ അറിയോ? പറഞ്ഞുകൊണ്ട് അവൾ പോവാനായി ഭാവിച്ചു അയാളുടെ കയ്യിൽ കടന്നു പിടിച്ചിരുന്നു. ഒറ്റ വലിയിൽ തന്നെ അവിടെ പുറമേനി ഒന്നാകെ മാഷിന്റെ ദേഹത്തേക്ക് അമർന്നു. ഭദ്രേ. കാതുകളിൽ അയാളുടെ നേർത്തതും വശ്യമാർന്നതുമായ സ്വരം പതിച്ചതും പിടഞ്ഞു മാറാൻ കുതിരയുടെ കണ്ണിൽ ആ കാഴ്ച ഉടക്കി. അഴികൾക്ക് പുറത്തുകൂടി നോക്കിയ ഭദ്ര കാണുന്നത് ശശിധരനും കൽപ്പനയും വേഗത്തിൽ ശോഭനയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു പോകുന്നതാണ്. മാഷിന്റെ പിടിവിട്ട് ഓടിയാൽ നേരെ ചെല്ലുന്നത് ശശിധരന്റെ മുന്നിലേക്കാണ്. ഇവിടെ ഒളിച്ചു നിൽക്കാമെന്ന് കരുതിയാൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത മാഷിന്റെ ഈ ഭാവം തന്നെ കാർന്ന് തിന്നു. ഭദ്ര ഭയത്താൽ തളർന്ന നിമിഷം ഒരുവൻ വാതിൽ തുറന്നകത്തേക്ക് കയറിയിരുന്നു. നാദിനെ കണ്ടതും മാഷ് ഭദ്രയുടെ പിടിവിട്ടു. നെഞ്ചിൽ കൈ പിണച്ചേട്ടി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നവന്റെ തീ പാറുന്ന കണ്ണുകൾക്ക് മുമ്പിൽ രാമൻ മാഷ് ഒന്ന് വിറച്ചു. അത് ഞാൻ ഭദ്രക്കുട്ടിയെ നൃത്തം പഠിപ്പിക്കാൻ. രാമൻ മാഷിന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയിട്ടാവണം നാദ് കൈ ഉയർത്തി തടഞ്ഞു അയാളെ. മാഷിന് ഞാനൊരു ജോലി തരാം. പ്രേമന്റെ വീട്ടിൽ ഭദ്രയുടെ ബ്രദറും വൈഫും ഉണ്ട്. അവർ ഈ പുറയിലേക്ക് കടക്കാനും പാടില്ല, ഭദ്രയെ കാണാനും പാടില്ല. ഭദ്രയെങ്ങാൻ അവർ കണ്ട നിന്നെ ഞാൻ കൊല്ലും. മറിച്ച് ഭദ്രയെ നീ കാട്ടിക്കൊടുത്ത നീ ചാവും. ഔട്ട്. ഭദ്ര, അവർ നിന്നെ തേടുകയാണ്. അവർ തിരികെ പോകുമ്പോൾ കാവിലേക്ക് പോകുന്ന വഴിയെ വേഗം തറവാട്ടിലേക്ക് ഓടിപ്പോണം. അതുവരെ ഇതിനുള്ളിൽ മറിഞ്ഞിരിക്കാം. നാദി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പുറത്തു നിൽക്കുന്നവർക്ക് പുരയുടെ അഴികൾക്കടുത്ത് നിന്ന് നോക്കിയാൽ തങ്ങളെ കാണാൻ സാധിക്കും. പുരയുടെ അകത്തായി വസ്ത്രം മാറാനും മറ്റുമായി തുണിയാൽ മറ തീർത്തൊരു ഭാഗത്തേക്ക് ഭദ്രയെ നാദ് കൊണ്ടു നിർത്തി. ഇവിടെ ഒന്നോ പേടിക്കണ്ട, ഞാൻ പുറത്ത് കാണും. അവർ പോകുമ്പോൾ ഞാൻ വന്ന് പറയാം. നാദ് പിന്തിരിഞ്ഞ് നടക്കാനാഞ്ഞതും ഭദ്ര അവനെ മുറുകെ കെട്ടിപ്പുണർന്നു. നാദ് ആദ്യമൊന്ന് പകച്ചു. കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിമിഷങ്ങളോളം അവനങ്ങനെ നിന്നുപോയി. ഇതിനോടകം തന്നെ ഈ മനുഷ്യൻ തന്നെ ഒത്തിരി മനസ്സിലാക്കിയിരിക്കുന്നു ഭദ്രയ്ക്ക് തോന്നി. ആദ്യമായിട്ടാണ് തനിക്ക് വേണ്ടി ഒരാൾ ഒച്ചയെടുക്കുന്നത്, സംരക്ഷിക്കുന്നത്. അവന്റെ ഹൃദയ താളം കേട്ട് അവൾ അവന്റെ നെഞ്ചിൻ തണലിൽ സമാധാനം കണ്ടെത്തി. അല്പനേരം കഴിഞ്ഞതും ഭദ്ര അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. കണ്ണുകൾ മുറുക്കി അടച്ചു നിൽക്കുകയാണ് നാഥ്. സ്വയം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി താഴ്ത്തിയിട്ട് തന്റെ ഇരുകൈകളും ചുരുട്ടി പിടിച്ച നാഥ്. അവന്റെ അടഞ്ഞ കണ്ണുകളിലേക്ക് അവൾ പ്രതീക്ഷയോടെ നോക്കി വിളിച്ചു, നാഥ. വളരെ നേർത്തൊരു വിളി ഭദ്രയിൽ നിന്നുതിർന്നു. തന്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടമാകുന്ന പോലെ നാഥിന് തോന്നി. അരുത്, ഇങ്ങനെ വിളിക്കരുത് ഭദ്രേ, നീ എന്നെങ്ങനെ നോക്കരുത് പ്ലീസ്. അവന്റെ സ്വരമിടറി. അള്ളിപ്പിടിച്ച നെഞ്ചിലൊട്ടിയവളെ നെഞ്ചു പിടക്കുന്ന വേദനയോടെ നാഥ് പറിച്ചു മാറ്റി. അവൻ കണ്ടു ആക്രോശിച്ചുകൊണ്ട് ശശിധരനും കൽപ്പനയും വേഗത്തിൽ തിരികെ നടന്നു പോകുന്നത്. എടാ മാഷേ, അവളും നിങ്ങളും തമ്മിലുള്ള ഡാൻസ് കളി ഞാൻ നിർത്തിത്തരാം. ഈ ശശിധരൻ നിനക്ക് അറിയില്ല. അവളെയും കെട്ടി മേലാറ്റൂർ തറവാണ്ട പടി നീ കിടക്കില്ല. കൊന്നുകളെ ഈ രണ്ടിനെ ഞാൻ. പുരയുടെ വാതിൽക്കൽ നിൽക്കുന്ന രാമൻ മാഷിനെ നോക്കിയാണ് ശശിധരൻ പറഞ്ഞ്. ശശിധര, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ആ കുട്ടിയെ കാണാറേയില്ല. ഇന്നാണെങ്കിൽ മറ്റു കുട്ടികൾ കൂടി വന്നിട്ടില്ല. ഞാൻ ദേ തിരികെ പോകാൻ തുടങ്ങിയായിരുന്നു. രാമൻ മാഷ് പതർച്ച മറച്ചു വെച്ച് ശശിധരനോട് പറഞ്ഞൊപ്പിച്ചു. ഭദ്ര, ഞാൻ നാളെ മടങ്ങിപ്പോവാ. ഉത്സവം കൂടാനും നിൽക്കുന്നില്ല. നീ കുട്ടിയാണ്. നിന്റെ ഏട്ടൻ്റെ നാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വെച്ച് വേണ്ടാത്ത ചിന്തകളൊന്നും ഈ മനസ്സിൽ പാടില്ല. ഈ പ്രായം അത് ചിന്തകളെ പ്രാവർത്തികമാക്കാൻ വെമ്പൽ കൊള്ളുന്ന പ്രായ. നിന്റെ മനസ്സ് കൊതിക്കുന്നത് നീ ആഗ്രഹിക്കും. ഇതിൽ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിയില്ല.
നാഥ് ഭദ്രയോടായി പറയുമ്പോഴും അവളുടെ മുഖത്തേക്ക് അവൻ നോക്കിയില്ല. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച പോലെ അവൾക്ക് തോന്നി. വേണ്ട, എനിക്ക് കേൾക്കണ്ട. ശശിയേട്ട ഓരോന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങളെ... ഭദ്ര പോ, വേഗം പോയിക്കോ. ആ ഒരു പടിപ്പുര കിടക്കും മുമ്പ് നീ കാവിലെത്തണം. വേഗം പോയിക്കോ, പോവാൻ. അവന്റെ സ്വരമുയർന്നു. ദാവണി തുമ്മുകൊണ്ട് വായ പൊത്തി പിടിച്ച് തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ ഓടി. നാഥിന്റെ കണ്ണുകൾ ഒരു വേള നിറഞ്ഞു. താൻ ആ പെൺകുട്ടിക്ക് പ്രതീക്ഷ കൊടുത്തിരിക്കണം. ആദ്യമായി കണ്ട മുതൽ പുറകെ നടന്നത് താനാണ്. തന്റെ മനസ്സിൽ കൗതുകമായിരുന്നുവെങ്കിൽ അവളുടെ മനസ്സിൽ എന്തായിരുന്നിരിക്കും? ഈ പ്രായത്തിൽ ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത് പക്വതയോടെ ആയിരിക്കില്ല. അപ്പൊ അവൾ എന്നെ അവളുടെ പുരുഷന്റെ സ്ഥാനത്ത് കണ്ടിരിക്കണം. പാടില്ല, അവൾ തന്നെ മറക്കണം. നാഥ് മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്തു. പിറ്റേ ദിവസം തന്നെ പോവാനായി തുനിഞ്ഞ നാഥിനെയും ശിവനെയും പ്രേമം തടഞ്ഞു. നാഥ പ്ലീസ്, ഞാൻ ഇന്നലെ പറഞ്ഞ കാരണം കൊണ്ടാണ് നീ ഇവിടുന്ന് പോകുന്നെങ്കിൽ ഇനി ഒരിക്കലും ഞാനത് പറയില്ല. നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, സത്യം. ആ ഒരു കാരണത്തിന്റെ പേരിൽ നീ ഇവിടുന്ന് പോവരുത് നാഥ. ഉത്സവം കഴിയുന്നവരെ പ്ലീസ് ഞങ്ങളോടൊപ്പം നീ വേണം. അവസാനം നാഥനും ശിവനും പ്രേമന്റെ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങി. ഉത്സവം കഴിയും വരെ അവിടെ നിൽക്കാൻ അവർ തയ്യാറായി. അടുത്ത 2 ദിവസങ്ങളിൽ ഭദ്ര അവിടേക്ക് വന്നതേയില്ല. നാഥ അവളെ കാണാനും ശ്രമിച്ചില്ല. മറക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് കള്ളമായി പോകും. രാമാനുജ, ഈ പറഞ്ഞ കാര്യങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ ഇരുചെവിയറിയാതെ ഞാൻ കൊന്ന് കൊളത്തി താഴ്ത്തും. ശശിധരൻ പല്ലിയരിച്ചുകൊണ്ട് രാമാനുജന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്തു. അയ്യോ, അങ്ങനെ പറയില്ലോ ശശിധരൻ കുഞ്ഞെ. ചെറുപ്പം മുതലേ ഞാൻ നിങ്ങളുടെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാ. തമ്പുരാട്ടി പെറ്റിട്ടുന്നേ ഉള്ളൂ. എന്റെ ഈ കൈ തൂങ്ങി പിച്ച വെച്ച് നടന്ന കുഞ്ഞാ ഭദ്രക്കുഞ്ഞ്. കാര്യസ്ഥനാണെങ്കിലും എന്റെ മൂത്ത ചേട്ടന്റെയോ അച്ഛന്റെയോ സ്ഥാനത്താ ആ കുഞ്ഞ് കാണുന്നത്. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. നിനക്ക് അവളെ കെട്ടിച്ചേർന്ന് കൂടെ കയറ്റി കിടത്താനല്ലടാ. നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു ഭർത്താവ് അത്രേ വേണ്ടൂ. സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ തുളസിയെ ഞാൻ കെട്ടി തൂക്കുവേ. ശശിധരന്റെ ആക്രോശവും ഒപ്പം നിൽക്കുന്ന തന്റെ മുഖത്തെ ക്രൂരഭാവവും തന്റെ പ്രിയപ്പെട്ടവന്റെ നിസ്സഹായാവസ്ഥയും എല്ലാം ഒളിഞ്ഞെന്ന് നോക്കിക്കണ്ട തുളസി തോർത്തുമുണ്ട് വായിൽ തിരികെ തേങ്ങി കരഞ്ഞു. രാമേട്ട, നിങ്ങളില്ലായി തുളസി ജീവിക്കില്ല. കുഞ്ഞുനാൾ മുതൽ നിങ്ങളെ മനസ്സിലിട്ട് ജീവിച്ചോളാം ഈ തുളസി. നിങ്ങളെ നഷ്ടാവും തോന്നുന്ന നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. ഒപ്പം ഈ കുലം മുച്ചൂട്ട് മുട്ടിക്കും. ഞാൻ കൊല്ലും, എല്ലാവരെയും കൊല്ലും. എനിക്ക് പറ്റില്ല രാമേട്ട, നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല. രാമാനുജനെ നെഞ്ചിൽ കിടന്ന് പദം പറഞ്ഞ് കരയുന്ന തുളസിയെ ഭദ്ര നിറകണ്ണുകളോടെ നോക്കി നിന്നു. എല്ലാം താൻ ഒറ്റൊരാൾ കാരണമാണ്. ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാ താൻ ഇനി ജീവിക്കുന്നത്? താൻ ആരുടെയും ജീവിതത്തിൽ കരടാവാൻ പാടില്ല. അപ്പോഴേക്കും ഭദ്ര മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു. അതീവ ദുഃഖത്തോടെയാണ് ഈ കാര്യങ്ങൾ ശോഭന പ്രേമനെ ധരിപ്പിച്ച്. അപ്പോ രാമാനുജനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു ഭദ്രേ? ഓ, നല്ലൊരു പെൺകുട്ടിയായിരുന്നു. തുളസി പറഞ്ഞ കാര്യങ്ങൾ തൽക്കാലം നീ ആരോടും പറയണ്ട. പ്രത്യേകിച്ച് നാഥനിത് അറിയണ്ട. വേറൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ അവൻ തിരികെ പോകാൻ നിൽക്കുക. ഇനി ഇതും കൂടി ആവുമ്പോൾ ആകെ വിഷമാവും. പിന്നെ സന്തോഷത്തോടെയുള്ളൊരു യാത്രയപ്പ് ഉണ്ടാവില്ല. ആ, എല്ലാ കുട്ടിയുടെ വിധിയാ. നമ്മൾ അയൽവാസികൾക്ക് അവരുടെ കുടുംബക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? ശോഭനെ, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ആ പ്രേമേട്ട, എനിക്ക് ആ തുളസിയുടെ കാര്യം ഓർക്കുമ്പോൾ ഭദ്രയേക്കാൾ കഷ്ടം തോന്നുക. രാമാനുജനായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾക്കിനി മറ്റൊരു കുടുംബജീവിതമൊന്നും ഉണ്ടാവില്ല. ആരാ അതിനൊക്കെ മുൻകൈ എടുക്കുക? പാവം. ഭദ്ര എന്തായാലും അയാളെ വിവാഹം കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. അച്ഛന്റെ സ്ഥാനത്ത് കണ്ട മനുഷ്യന്റെ കൂടെ എങ്ങനെയാ? ഈ സംഭാഷണങ്ങൾ കേട്ടു നിന്ന നാഥിന്റെ മുഖത്തെ വല്ലായ്മ ശിവനൊരു പിടപ്പോടെയാണ് നോക്കിക്കണ്ടത്. ഇരുവരും വേഗത്തിൽ അവിടെ നിന്നും മാറി. നാഥ്, നമുക്ക് തിരികെ പോയല്ലോ. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലടാ. നിന്റെ മനസ്സിൽ അവൾ കയറിക്കൂടിയെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ മുഖം അത് പറയാതെ പറയുന്നുണ്ട് നാഥ്. ഏയ്, അങ്ങനെയൊന്നുമില്ലടാ. എന്തോ ഒരു തോന്നല്. അച്ഛന്റെ പ്രായമുള്ള രാമാനുജനേക്കാൾ ഞാൻ അവൾക്ക് യോഗ്യനാണെന്നൊരു തോന്നല്. നമ്മുടെ സ്ത്രീ അവളെ പൊന്നുപോലെ നോക്കില്ലടാ. മനുഷ്യരിൽ എല്ലാവർക്കും സന്തോഷാവില്ലടാ. ഞാൻ അവളെ കെട്ടട്ടടാ. അത് പറയാണ്ടടാ, എല്ലാവർക്കും സന്തോഷാവും. നാഥ്, നമ്മൾ ആരാ നമുക്ക് എല്ലാവരോടും തുറന്നു പറഞ്ഞാലോ? പറയാം, വരട്ടെ. ആദ്യം അവളെ എനിക്കൊന്ന് കാണണം. എനിക്ക് തറവാട സ്വത്തുക്കളൊന്നും വേണ്ട, ഒന്നും. ശശിധരനെ ഇട്ടുമൂടാനുള്ള ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. പകരം അവളെ മാത്രം മതി എനിക്ക്. ആ രാത്രി എത്ര കിടന്നിട്ടും നാഥിന് ഉറക്കം വന്നിരുന്നില്ല. ഹരിതാത്ത് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നൽ. നിലാവുള്ള ആ രാത്രിയിൽ നാഥ് വീട് വിട്ടിറങ്ങി. വീടിന് പുറകിലുള്ള വഴിയിലൂടെ പതിയെ അയാൾ നടന്നു. പാലമരച്ചോട്ടിൽ നിന്ന് കാവിലേക്ക് ഇറങ്ങിയതും വല്ലാത്തൊരു കാഴ്ച കണ്ടു അവൻ. തുളസിത്തറയുടെ മുകളിൽ കയറിയിരിക്കുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. വെളുത്ത നിറത്തിലുള്ള ധാവണി ചുറ്റിയവൾ ഇരുകൈകളും തുളസിത്തറയിൽ കുത്തിവെച്ച് നിലാവിന്റെ വെട്ടത്തിലേക്ക് മുഖമുയർത്തി വെച്ച് നോക്കുകയാണ്. ഭദ്രണ്ടോ, താനെന്തോ ഒറ്റയ്ക്ക് രാത്രിയിലൂടെ?
നാഥ് അടുത്തേക്ക് ചെന്നും ആൾ വേഗത്തിൽ മുഖം തിരിച്ചവനെ നോക്കി മെല്ലിയൊന്ന് പുഞ്ചിരിച്ചു. അത് ഭദ്രയിൽ നിന്ന് കാണേ നാഥൊന്ന് അമ്പരന്നു. നിങ്ങളെന്താ ഈ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാ? ഒരു രക്ഷ പോലും ദേഹത്തിലാണ്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നേ, അതും എന്റെ മുന്നില്. ആളുടെ കൊഞ്ചിയുള്ള സംസാരവും ആ പുഞ്ചിരിയും നാഥിനെ നെറ്റി വിളിച്ചു. കുട്ടി ഈ തറവാട്ടിലെയാണോ? ഞാൻ ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടില്ലല്ലോ. ഓ, അത് അത്തന്റെ ഭാര്യയാണോ? ഞാനോ? ആ മൂട്ടന്റെ വേലിയാ. കൊള്ളാം, നല്ല കഥ. എനിക്ക് ആരും പുടവ തന്നിട്ടില്ല, പക്ഷെ ഞാൻ കന്യകയല്ല. ഈ തറവാടിലെ ചില പെൺകുട്ടികൾക്ക് അതിനുള്ള യോഗയില്ല. ആളുടെ ഉള്ളിലെ ദുഃഖം മുഴുവൻ ആ വാക്കിൽ തളം കെട്ടി നിന്നു. വാട്ട്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിവേ, നീ ആരായാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനിപ്പോ ഇവിടെ വന്ന കാര്യം നീ ആരോടും പറയരുത്. ഭദ്രയൊന്ന് കണ്ട ശേഷം ഞാൻ പെട്ടെന്ന് പൊയ്ക്കോളാം. ഭദ്രയോ? കുറച്ച് വിനാഴികക്കപ്പുറം അവൾ കുളപ്പടവിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നെ കിടത്തിയ അതേ പടവില്. ഇപ്പൊ എന്റെ ഒപ്പം കൂടാൻ സമയമായിരിക്കുന്നു. എത്ര നാളായി ഒരു കൂട്ട് കിട്ടിയിട്ട്. വയറ്റിലുള്ളത് പോയി, ഞാൻ ഒറ്റക്കായി. ആളുടെ വാക്കുകളിലെ ദ്വയാർത്ഥത്തിൽ നാഥൊരു നിമിഷം പകച്ചു. What did you say? ആരാ നീ? ചാരുമതി. മുന്നിലിരുന്ന് അട്ടസിച്ചവൾ ഒരു മായായ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. നാഥ് കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു. അതെ, താൻ ഏതോ ശക്തിയുടെ മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഗൗരവനങ്ങൾ തറവാടാക്കിയവന് കണ്ണിൽ കാണുന്നെല്ലാം സത്യമല്ലെന്നുള്ള ബോധമുണ്ട്. താൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഇല്യൂഷനുകളിൽ ഇത് വെറും ചെറുതെന്ന് വേണം പറയാൻ. നാഥിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ മുന്നിൽ നാം പോലും അറിയാതെ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരത്തിലുള്ള ഇന്ദ്രജാലങ്ങൾ ചിലപ്പോൾ ഒരു അപകട സൂചനയാണ്. അവർ നമ്മോട് പറയുന്ന അല്ലെങ്കിൽ കാട്ടിത്തരുന്ന കാര്യങ്ങൾ കൂട്ടി വായിച്ചാൽ. നാഥൊന്ന് ഞെട്ടി. അപ്പൊ ഭദ്ര? അവൻ ഓടി. ഉമ്മറപ്പടികൾ വേഗത്തിൽ ഓടിക്കയറിയവൻ ചാരിക്കിടക്കുന്ന വാതിൽ കൊണ്ടൊന്ന് ആശ്വസിച്ചു. ഒരുപക്ഷെ ഈ വാതിൽ പൂട്ടിക്കിടന്നിരുന്നുവെങ്കിൽ തനിക്ക് എളുപ്പത്തിൽ അകത്തേക്ക് കയറാൻ കഴിയില്ലായിരുന്നു. അവൻ വേഗത്തിൽ ഗോവണി കയറി. അടഞ്ഞുകിടക്കുന്ന മുറികളൊക്കെയും പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുകയാണ്. ആൾവാസമില്ലാത്തവ. തുറന്നു കിടന്ന ഒരു മുറിയിലേക്ക് അവൻ നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ അത് ഭദ്രയുടെ മുറിയായിരിക്കാമെന്ന് അവൻ ഓർത്തു. ചാരു പറഞ്ഞ കുളപ്പടവ് എവിടെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ഗോവണിപ്പടികൾ വേഗത്തിൽ ഇറങ്ങി. ചുറ്റിലും നോക്കുമ്പോൾ നാലുകെട്ടിനപ്പുറം ഒരു വാതിൽ തുറന്നു കിടക്കുന്നവൻ കണ്ടു. ഇരുളിൽ അവിടേക്ക് സൂക്ഷിച്ചു നോക്കിയ നാഥിന്റെ കണ്ണുകളിൽ നിലാവിന്റെ നേർത്ത വെളിച്ചത്തിൽ കുളത്തിൽ വേഗത്തിൽ പിടയുന്ന ഓളങ്ങളുടെ പ്രതിഫലനമാണ് ഉടക്കിയത്. അവൻ അവിടേക്ക് ഓടി. തുറന്നു കിടക്കുന്ന വാതിലിപ്പുറം പടവുകൾക്ക് മീതെ തിര പോലെ തുളുമ്പുന്ന കുളം കണ്ട നിമിഷം അവന്റെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.